രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാടിനെ ചൊല്ലി കോൺഗ്രസിൽ വീണ്ടും തർക്കം. രണ്ടാം ബലാത്സംഗ പരാതി ആസൂത്രിതമെന്ന KPCC അധ്യക്ഷന്റെ വാദം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ലെന്ന് VD സതീശൻ പറഞ്ഞു. വെൽ ഡ്രാഫ്റ്റഡായി പരാതി നൽകുന്നതിൽ തെറ്റില്ല എന്നും സതീശൻ പറഞ്ഞു. പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന്. അതിലെന്താ തെറ്റ്? ഞാനത് വായിച്ചാണ്. നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈന്റിൽ. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും. അത് ഒരു തെറ്റല്ല, ഞാൻ കരുതുന്നില്ല. സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സൈഫുനിസ, സതീശൻ എടുത്ത സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. സണ്ണി ജോസഫാണ് ഇടയ്ക്കിടെ സ്റ്റാൻഡ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇതൊരു തർക്കത്തിന് വഴിയൊരുക്കുന്നുണ്ട് രാഹുലിനെ ചൊല്ലി. നോക്കൂ, രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ അംഗം പോലുമല്ല. തീർച്ചയായും ബിനിൽ, നേരത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് ഈ പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്നായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് ആണ്, അതിന് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട്, ഒപ്പം തന്നെ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെയായിരുന്നു KPCC പ്രസിഡന്റ് ആരോപിച്ചിരുന്നത്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ VD സതീശനോടുള്ള ചോദ്യത്തിൽ അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി നൽകുന്നതിൽ തെറ്റൊന്നുമില്ല. താൻ ഒരു അഡ്വക്കേറ്റാണ്, KPCC പ്രസിഡന്റ് ഒരു അഡ്വക്കേറ്റാണ്. എപ്പോഴും പരാതി നൽകുമ്പോൾ വെൽ ഡ്രാഫ്റ്റഡായി പരാതി നൽകണം എന്നുള്ളതാണ് തന്റെ അഭിപ്രായം. താനും ഈ രീതിയിൽ പരാതികൾ നൽകുമ്പോൾ അത് വെൽ ഡ്രാഫ്റ്റഡായ ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ തന്നെയാണ് നൽകുന്നത്. അത് ആ പരാതി അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ല. ഒരു വക്കീലിന്റെ സഹായത്തോടെ അങ്ങനെ ഒരു പരാതി നൽകുന്നതിലും തെറ്റില്ല. ഒരു പരാതി അത് അതിന്റെ ഒരു കാലതാമസം ഉണ്ടായാൽ പോലും അതിനെ തെറ്റായി കാണേണ്ടതില്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും VD സതീശൻ കൃത്യമായി പറയുന്നുണ്ട്. അതായത് സണ്ണി ജോസഫ് പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതം ആണെന്ന അഭിപ്രായത്തോട് തനിക്ക് യോജിപ്പില്ല എന്ന് കൃത്യമായി VD സതീശൻ പറയുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് രാഷ്ട്രീയ പ്രേരിതം അല്ല എന്ന് തന്നെയാണ് കൃത്യമായി പറയുന്നത്. അതായത് പൂർണ്ണമായും അതിജീവിതയ്ക്കൊപ്പം തന്നെ നൽകുന്ന ആ ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ KPCC പ്രസിഡന്റ് അഭിപ്രായത്തിൽ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോൾ KPCC പ്രസിഡന്റിനെ പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുന്നു VD സതീശൻ. രാഹുൽ മാങ്കൂട്ടം നിലപാടിൽ, സതീശൻ എടുത്ത നിലപാടിൽ എന്തായാലും സതീശൻ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി ആ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. സൈഫുനിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.